പക്ഷെ ഒരുങ്ങി വന്നിരിക്കുന്ന എന്റെ അനുജത്തിയുടെ കണ്ണ് കലങ്ങിയ ഇവർക്കത് മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരോട് മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. മോളെ, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഇത് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ പോയിക്കോ. നിങ്ങളുടെ വിവാഹാലോചന ഈ കുടുംബത്തിന് ആവശ്യമില്ല. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങാം. നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കാനേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ മകനൊരാഗ്രഹം തോന്നി, അവനത് മറച്ചു വെക്കാതെ പറഞ്ഞു. ഞങ്ങളങ്ങ് പോയേക്കാം. പക്ഷേ മൂത്ത മകളെ വീട്ടിൽ നിർത്തി ഇളയ മകളെ കല്യാണം കഴിച്ചു വിടുന്ന ഏർപ്പാട് അത്ര നല്ലതൊന്നും അല്ല. മൂത്ത മകൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇളയ മകളുടെ കല്യാണം നടക്കാനും പോകുന്നില്ല. என்னம்மா நீங்க இந்த வீட்டுல கேറി வந்த ആൾക്കാർ തന്നെ. இந்த കുടുംബത്തിൽ ഒരു അഭിപ്രായം ചൊല്ലേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ശരവണ, അമ്മ അവര് പൊയ്ക്കോട്ടെ. വാ, നടക്ക്. പോയേക്കാം. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇതിനല്ലേ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചത്? ഇനി എപ്പോഴാ പുതിയ ആളുകൾ വരുന്നത്? ഇന്ന് തന്നെ ഉണ്ടോ? അത് ജ്യോതി, എനിക്കൊന്നും കേക്കണ്ട. ഒരു കൂട്ടര് വീട്ടിൽ വരുന്നതിന് മുന്നേ അവരോട് നേരെ ചൊവ്വെ കാര്യങ്ങൾ പറയണ്ടേ അമ്മേ? ഞാൻ പറയാഞ്ഞിട്ടാണോ? അവരിങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എവളവോ പേസി പേസി അവസാനം ജ്യോതി സമ്മതിച്ചതാ. அது இந்த வழியாச்சு. என்னம்மா, நம்ம குடும்பத்துக்கு ஒரு சொசதை இல்லையா? ശിക്ഷിച്ചു മതിയായിട്ടില്ല ദൈവങ്ങൾക്ക്.